5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദി കിസ്സിംഗ് ഹാൻഡ് എന്നതിലെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം മീനിങ് ഓരോ വേർഡ്സ് മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തതാണ്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആക്ടിവിറ്റി 1 ഗസ്സിംഗ് ഗെയിം. ചൂസ് സം വേർഡ്സ് ഫ്രം ദി യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ചൂസ് സം വേർഡ്സിലെ ചില വേർഡ്സ് ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ, ഫ്രം ദി യൂണിറ്റ്, ഈ യൂണിറ്റിൽ നിന്നും, ഈ പാഠഭാഗത്തിൽ നിന്നും ചില വേർഡ്സ് തിരഞ്ഞെടുത്തിട്ട് ആൻഡ് ആക്ട് ദം ഔട്ട്, അവ ആക്ട് ചെയ്യാൻ, അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞത്. അതായത് ചെസ്റ്റർ എന്താണ്, ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ഫീലിംഗ് നിങ്ങൾ ആക്ട് ചെയ്ത് കാണിക്കുക. സാഡ് ആണെന്ന് പറയുന്നുണ്ട്. ഡാൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡാൻസ് ചെയ്തത് ആക്ട് ചെയ്തിട്ട് കാണിക്കാനുള്ള ക്ലാസ് റൂമിലുള്ളൊരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വേർഡ്സ്. അല്ലെ, ഫ്രണ്ട്സ് എന്താണ്, ഏതാണെന്ന് ഗസ് ചെയ്തിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ അവരത് കണ്ടുപിടിക്കുന്ന ചെറിയൊരു ഗെയിമാണ്. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദി വേർഡ് ദേ വിൽ ബി ദി വിന്നർ. അല്ലേ, ആ വേർഡ് ഫ്രണ്ട്സിന് ഗസ് ചെയ്യാൻ, ഊഹിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരാണ് വിന്നർ, വിജയി. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദി വേർഡ് യു വിൽ ബി ദി വിന്നർ. അല്ലേ, ഫ്രണ്ട്സിനെ ആ വേർഡ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങളാണ് വിന്നർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദി സ്റ്റോറി. ഹാവ് നോട്ട് യു, നിങ്ങളെന്താണ് ഈ സ്റ്റോറി നല്ല എൻജോയ് ചെയ്തിട്ടല്ലേ റീഡ് ചെയ്തത്. ഇൻ ദി സ്റ്റോറി, ഈ കഥയിൽ ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. അല്ലേ, ചെസ്റ്റർ റാക്കൂണിന് എന്താണ് പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടല്ലേ. സാഡ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്, ഹാപ്പി ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ, അങ്ങനെ ഓരോ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ ദി കോളം എ. അല്ലേ, അവൻ്റെ ചില ഫീലിങ്സ്, അല്ലേ, അത് കോളം എയിൽ കൊടുത്തിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദി സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. അല്ലേ, കോളം ബിയിൽ എന്താണ് കുറച്ച് ഇമോജീസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇമോജീസ്, അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്, യോജിപ്പിക്കാൻ. കോളം എയിൽ എന്താണ് ചെസ്റ്റേഴ്സ് ഫീലിങ്സ്, കോളം ബിയിൽ അതിൻ്റെ ഇമോജീസ് ഉണ്ട്. ചെസ്റ്ററിൻ്റെ ഫീലിങ്സ് എന്താണ്, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. അല്ലേ, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അവൻ്റെ ഫീലിംഗ് എന്താണ്, ഹാപ്പി അല്ലേ, സന്തോഷത്തിലായിരിക്കും. അപ്പോൾ ഹാപ്പി എന്നുള്ളത് യോജിപ്പിക്കുക, അല്ലേ, അതല്ലേ ഹാപ്പി ഫീലിംഗ്. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഫിയർ മീൻസ് ഭയം, അല്ലേ, പേടി. ന്യൂ ഫ്രണ്ട്സിനെയും പുതിയ ടീച്ചേഴ്സിനെയും ഒക്കെ ഉള്ള ഒരു പേടി ഉണ്ടാവില്ലേ, ആ പേടിയെ കാണിക്കുന്ന ഇമോജി ഏതാണ്. അല്ലേ, ഈ ഇമോജിയാണ് ഒരു പേടിയെ കാണിക്കുന്നത്. ഇതൊന്നും പേടിയല്ലല്ലോ. അപ്പോൾ ഇതാണൊരു പേടി, ഒരു ഭയം കാണിക്കുന്ന ആ ഇമോജി. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ എന്താണ് അവനെ കമ്പൽ ചെയ്യുക, അല്ലെ നിർബന്ധിക്കുകയാണ്, ഗോ ടു സ്കൂളിലെ, സ്കൂളിലേക്ക് പോകാൻ നിർബന്ധിക്കുമ്പോൾ അവൻ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുക. അല്ലേ, ഈ ഫീലിംഗ് ആണ് ഒരു സാഡായിട്ടുള്ള, അല്ലേ, അവന് ഇഷ്ടമില്ലാത്തൊരു മടുപ്പ് തോന്നിക്കുന്ന ആ ഒരു ഫീലിംഗ്. അല്ലേ, ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ അവന് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ അവനൊരു മടുപ്പ് തോന്നുന്ന ആ ഒരു ഫീലിംഗ് കാണിക്കുന്ന ഇമോജി ഈ ഫസ്റ്റത്തതാണ്. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അല്ലെ, അമ്മയുടെ കിസ് കിട്ടുമ്പോൾ അവൻ്റെ ഫീലിംഗ് എന്താണ്. അല്ലെ, അമ്മയുടെ കിസ് കിട്ടുമ്പോൾ എന്താണ്, വളരെ ലവ്ലി ആയിട്ടുള്ള ആ ഒരു ഇമോജിയിലെ കിസ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആ ഇമോജി. ആക്ടിവിറ്റി 3 ആർട്ട് ഗാലറി. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു കഷ്ണം പേപ്പറിൽ നിങ്ങളുടെ ഹാൻഡ് ട്രേസ് ചെയ്തിട്ട് വെച്ചിട്ട് എന്താണ്, അത് കളർ ചെയ്തിട്ടൊരു അതിനൊരു പ്രിൻ്റ് ഉണ്ടാക്കാനാണ്, കിസ്സിംഗ് ഹാൻഡിൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കൈമേൽ പെയിൻറ്റ് കൊടുത്തിട്ട് ഒരു പേപ്പറിൽ അത് പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരക്കുക, അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് മാറ്റല്ലേ, പല കളറിൽ ഹാൻഡ്സ് ഇങ്ങനെ കളർ മുക്കിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുക. അങ്ങനെ അമർത്തിയിട്ട് ആ കളറുള്ള കൈ വരില്ലേ, അപ്പോൾ ആ കളറിലുള്ള ഹാൻഡ് ആയിരിക്കില്ല പേപ്പറിൽ വരിക. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദി ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലോവ്ഡ് വൺസ്. അതിലെന്ത് മെസ്സേജ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ലവ്വിലെ, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളോടുള്ള നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് അതിലുണ്ടാവണം. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. അല്ലേ, കളർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദി ക്ലാസ് റൂം. എന്നിട്ടൊരു എക്സിബിഷൻ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 സം ഈവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. അല്ലേ, സ്റ്റോറിയിലെ ചില ഈവൻറ്റ്സ്, അല്ലേ, അത് എന്താണ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇൻ എ ജംബിൾഡ് വേ, ചിന്നി ചിതറിയിട്ടാണുള്ളത്, കറക്റ്റ് ഓർഡറിലല്ല. ഇങ്ങനെ ചിന്നി ചിതറിയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളെന്താണ് അത് ഓർഡർ ആക്കണം. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. അതെന്താണ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനില്ലേ, കറക്റ്റ് ആക്കിയിട്ട് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. താഴെ തന്നിട്ടുള്ള സ്പേസില്ലേ, അത് എഴുതാൻ താഴെ സ്പേസ് ഉണ്ട്, അവിടെ അത് റൈറ്റ് ചെയ്യണം. അല്ലേ, ഓരോന്ന് ഓർഡറിലാക്കിയിട്ട് ഈ താഴെ തന്നിട്ടുള്ള സ്പേസിൽ റീറൈറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി എഴുതണം ഓർഡറിലാക്കിയിട്ട്. ഇതിൽ ഫസ്റ്റ് തന്നത് എന്താണ്, മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. അല്ലെ, മിസ് റക്കൂൺ എന്ത് പറയുന്നുണ്ട്, അവളൊരു വണ്ടർഫുൾ സീക്രറ്റ്, രഹസ്യം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ലാസ്റ്റിലേക്ക് നടന്നതാണ്. അല്ലേ, അവന് സ്കൂളിൽ പോകാൻ മടിച്ചതിന് ശേഷം അവൾ പറയുന്ന സീക്രറ്റൊക്കെ പിന്നെ പറയുന്നതാണ്. അപ്പോൾ ആദ്യം ഏതാണ് വരുന്നത് അത് ഫസ്റ്റ് എഴുതണം. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. അല്ലേ, ഇതൊക്കെ ചെസ്റ്റർ എന്താണ് അമ്മയുടെ കൈയെടുത്തിട്ട് കിസ് ചെയ്യുന്നത് ഭാഗം, അതും ഫസ്റ്റ് അല്ല. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ എന്താണ് അവൻ്റെ അമ്മയോട് പറഞ്ഞു അവന് സ്കൂളിൽ പോകണ്ട. ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകണ്ട. അതല്ല ആദ്യം പറയുന്നത്, സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത്.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് നടക്കുന്ന കാര്യം. അപ്പോൾ അത് ഫസ്റ്റ് ഇവിടെ എടുത്ത് എഴുതണം. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ എന്താണ് ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവൻ്റെ അമ്മ അത് വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റാണ് അവൻ അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ, ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ്. മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. അല്ലേ, മിസ് റക്കൂൺ എന്താണ്, അമ്മ റക്കൂൺ എന്താണ് അവൻ്റെ ചെസ്റ്ററിൻ്റെ ഉള്ളംകൈയിൽ മിഡിൽ ഓഫ് ഹിസ് പാമിൽ കിസ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്നതാണ്. അപ്പോൾ മടിക്കുമ്പോൾ അമ്മ എന്താണ് പറയുന്നത്, അല്ലേ എൻ്റെ കയ്യിലൊരു സീക്രറ്റ് ഉണ്ട് അല്ലേ, മടി മാറാൻ വേണ്ടി പറയുന്നത് അതാണ്. അപ്പോൾ സെക്കൻഡ് നടന്നത് ഇതല്ലേ, വണ്ടർഫുൾ സീക്രറ്റ് ഉണ്ട് എന്ന് അമ്മ പറയുന്നത്. തേർഡ് എന്താണ്, മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാമിലെ. അമ്മ റാക്കൂൺ മിസ് റാക്കൂൺ എന്താണ് ചെസ്റ്ററിൻ്റെ ഉള്ളംകൈയിൽ മിഡിലിൽ കിസ് ചെയ്യുന്നതാണ്. ആദ്യം സ്കൂളിലേക്ക് പോകാൻ മടിക്കുമ്പോൾ എന്താണ് സീക്രട്ട് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് കിസ് ചെയ്യുകയാണല്ലേ, കിസ്സിങ് ഹാൻഡാണ് ആ സീക്രറ്റ്. കിസ് ചെയ്യുന്നതാണ് തേർഡായിട്ട് നടക്കുന്നത്. ആദ്യം അമ്മ റാക്കൂൺ മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ഉള്ളംകൈയിൽ കിസ് ചെയ്യുന്നുണ്ട്. ദെൻ ആണ് എന്താണ് ചെസ്റ്റർ അമ്മക്കും തിരിച്ചാ കിസ് കൊടുക്കുന്നുണ്ട്. അതാണ് നെക്സ്റ്റിലെ ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ എന്താണ് അമ്മയുടെ കൈ എടുത്തിട്ട് കിസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അമ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ചെസ്റ്റർ ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതാണ് ഏറ്റവും ലാസ്റ്റ് നടന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ആക്കിയിട്ട് ഫിഫ്ത്ത് വൺ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഈ ഓർഡറിൽ ഇവിടെ റീറൈറ്റ് ചെയ്ത് എടുത്ത് എഴുതണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഈ ഒരു ഓർഡറിൽ ഇവിടെ എടുത്ത് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ചെസ്റ്റർ റാക്കൂൺ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കൂൺ കുട്ടി റാക്കൂൺ എന്താണ് സ്കൂളിലേക്ക് പോകണ്ട. ഹിസ് മദർ കമ്പൽസ് ഹിം, അല്ലേ അവൻ്റെ അമ്മ അവനെ കമ്പൽ ചെയ്തു, നിർബന്ധിച്ചു. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദി കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അല്ലെ അവരുടെ ഇടയിൽ ബിറ്റ്വീൻ ആയിട്ട് നടന്ന ഒരു കോൺവെർസേഷൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അല്ലെ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ അത് റോൾ പ്ലേ അല്ലെ നാടകം പോലെ കളിച്ച് കാണിക്കാനുമാണ് പറഞ്ഞത്. റോൾ പ്ലേ അല്ലേ നാടകം പോലെ പ്ലേ ചെയ്യണമെങ്കിൽ ഒരാൾ ചെസ്റ്റർ റാക്കൂണില്ലേ കുട്ടി റാക്കൂണായിട്ടും അതേപോലെ അമ്മ റാക്കൂണായിട്ടും മദറായിട്ട് ഒരാൾ നിൽക്കുക. എന്നിട്ട് ഈ പറയുന്ന കോൺവെർസേഷൻ ആദ്യം ഫില്ല് ചെയ്തിട്ട് അതുപോലെ പറഞ്ഞ് അഭിനയിച്ച് കാണിക്കണം. ഇപ്പോൾ ചെസ്റ്റർ എന്താണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അല്ലേ എനിക്ക് സ്കൂളിൽ പോവണ്ട എന്ന് ചെസ്റ്റർ പറയും. ഒരാളത് പറയുന്നത് പോലെ ആക്ട് ചെയ്യുക. അപ്പോൾ അമ്മ എന്താണ് മറുപടി പറയുക, ആ മറുപടിയാണ് അടുത്ത ആൾ മറുപടിയായിട്ട് പറയണം. ബട്ട് വൈ ചെസ്റ്ററിലെ, എന്തുകൊണ്ടാണ് ചെസ്റ്റർ നിനക്ക് സ്കൂളിലേക്ക് പോകണ്ടാത്തത്, ബട്ട് വൈ ചെസ്റ്റർ. അപ്പോൾ ചെസ്റ്റർ എന്ത് പറയണം, ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു മോം. അല്ലേ എനിക്കെന്താണ് നിങ്ങളുടെ കൂടെ നിൽക്കണം. അല്ലേ അമ്മേ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കണം. അല്ലേ ഐ വാണ്ട് ടു സ്റ്റേ എനിക്ക് നിൽക്കണം വിത്ത് യു മോം. അല്ലേ അമ്മയെ നിൻ്റെ ഒപ്പം നിൽക്കണം. അല്ലേ അമ്മയുടെ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകണ്ടാത്തത്. അതല്ലേ കാരണം. അപ്പോൾ മദർ എന്ത് പറയണം, ബട്ട് യു ഹാവ് ടു ഗോ ടു സ്കൂൾ ലൈക്ക് അതർ കിഡ്സ്. അല്ലേ മറ്റുള്ള കുട്ടികളെ പോലെ നീ എന്താണ് സ്കൂളിലേക്ക് പോകണം. ബട്ട് യു ഹാവ് ടു ഗോ ടു സ്കൂൾ, പക്ഷേ നീ എന്താണ് സ്കൂളിലേക്ക് പോകണം ലൈക്ക് അതർ കിഡ്സ്. അല്ലേ മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂളിൽ പോകൽ എന്താണ് നിർബന്ധമാണെന്ന് അമ്മ പറയാണ്. ഇപ്പോൾ ചെസ്റ്റർ എന്ത് പറയും, ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം ഇറ്റ് സെൽഫ്. അല്ലേ എനിക്കെന്താണ് വീട്ടിൽ നിന്നാൽ മതിയില്ലേ, ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം. അല്ലേ എനിക്ക് വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. ഇപ്പോൾ മദർ എന്ത് പറയും, ഡോണ്ട് ബി സ്കെയർഡ് ചെസ്റ്റർ, യു ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ദർ. അല്ലേ നീ എന്താണ് പേടിക്കേണ്ട ചെസ്റ്ററെ. അല്ലേ ഡോണ്ട് ബി സ്കെയർഡ്. അല്ലേ പേടിക്കണ്ട, സ്കെയർ മീൻസ് പേടി. അല്ലേ ഡോണ്ട് ബി സ്കെയർഡ്. അല്ലേ പേടിക്കണ്ട ചെസ്റ്ററെ. യു ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ദർ. അല്ലേ നിനക്ക് എന്താണ് അവിടെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. അല്ലേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, ന്യൂ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചെസ്റ്റർ എന്ത് പറയും, അല്ലേ ഐ ഹാവ് ഫ്രണ്ട്സ് ഹിയർ ടു, എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അല്ലേ ഐ ഹാവ് ഫ്രണ്ട്സ് ഹിയർ ടു, എനിക്ക് ഇവിടെയും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എന്തിനാണ് സ്കൂളിലെ ന്യൂ ഫ്രണ്ട്സിനെ വേണ്ട എന്നുള്ള നിലക്ക് ചെസ്റ്റർ പറയുകയാണ്. ഇപ്പോൾ മദർ റാക്കൂണില്ലേ മദർ എന്ത് പറയും, ബി ബ്രേവ് ഡിയർ, ഐ വിൽ ടെൽ യു എ സീക്രറ്റ്. അല്ലേ നീ എന്താണ് ബ്രേവ് ആയിരിക്കണം. അല്ലേ അല്ല തൻ്റെ ഇടമുള്ളവന് ബ്രേവ് ആയിരിക്കണം, നല്ല എന്താണ് പേടിയൊന്നും ഇല്ലാതെ ഇരിക്കണം. അല്ലേ ഐ വിൽ ടെൽ യു എ സീക്രറ്റ്, ഞാൻ നിനക്കൊരു സീക്രറ്റ് ഒരു രഹസ്യം പറഞ്ഞു തരാം. ചെസ്റ്റർ എന്ത് ചോദിക്കണം, അല്ലേ ഒരു സീക്രട്ടോ എന്താണതെന്ന് ചോദിക്കുമല്ലേ. എ സീക്രറ്റ്, വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്. അല്ലേ എന്ത് തരത്തിലുള്ള സീക്രറ്റാണ്, രഹസ്യമോ എന്താണതെന്ന് ചോദിക്കുമല്ലേ. അമ്മ ഒരു രഹസ്യം പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് രഹസ്യമാണെന്നല്ലേ ചോദിക്കുക. അപ്പോൾ മദർ പറയും, ദി സീക്രറ്റ് ഈസ് ദി കിസ്സിങ് ഹാൻഡ്. അല്ലേ ആ രഹസ്യം എന്താണ്, കിസ്സിങ് ഹാൻഡ് എന്നുള്ളതാണ്. അല്ലേ ഇങ്ങനെ പറഞ്ഞ് ഷോർട്ടായിട്ട് നമുക്ക് ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. ഒരാൾ ചെസ്റ്റർ റാക്കൂണും മദർ റാക്കൂണോ വേറൊരാളായിട്ട് ഈ കോൺവെർസേഷൻ ഇങ്ങനെ പറയുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ആക്ട് ചെയ്യുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദി ഓഫീസ് ഓഫ് ദി സ്കൂൾ. ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിലെ ഓഫീസ് വിസിറ്റ് ചെയ്തു. അല്ലേ സന്ദർശിച്ചു. ഇവിടെ പിക്ചർ ഉണ്ട്. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്, അങ്ങനെ ചെസ്റ്റർ ചുറ്റും നോക്കി. ഹിയർ ഈസ് വാട്ട് ഹീസ് സീസ്. അല്ലേ അവൻ കണ്ടത് എന്താണെന്ന് ഇവിടെ ഉണ്ട്. ഡിസ്ക്രൈബ് ഇറ്റ്, അത് ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുകയാണ് വേണ്ടത്. എന്തൊക്കെയാണ് ചെസ്റ്റർ ഇവിടെ നോക്കി കണ്ടത്. അല്ലേ ക്ലോക്ക് ഉണ്ട്, ഹെഡ് മാസ്റ്റർ ഉണ്ട്, ABC സ്കൂളുണ്ട്, അല്ലേ ഫാൻ ഉണ്ട്, ഒരു ടീച്ചർ ബുക്ക് വായിക്കുന്നുണ്ട്. അല്ലേ അപ്പോൾ അവൻ കണ്ട കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇവിടെ ഉള്ളതൊക്കെ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ എന്താ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അല്ലേ സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, ദി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. ഒരു ചെയർമേലല്ലേ ഇരിക്കുന്നത്.
സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയറിലിരിക്കുന്നു. അടുത്തൊരു ടീച്ചർ നിൽക്കുന്നുണ്ട്. എൻ്റെ ടീച്ചർ ഈസ് സ്റ്റാൻഡിങ് നിയർ ഹിം. അല്ലേ, അടുത്ത് നിയറായിട്ട് ഒരു ടീച്ചർ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. 2 ടീച്ചേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അതിനെന്താ പറയുക? 2 ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ദി ഓഫീസ്. അല്ലേ, ഓഫീസിൽ 2 ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്, സിറ്റ് ചെയ്യുന്നുണ്ട്. 1 ഓഫ് ദി ടീച്ചർ ഈസ് റീഡിങ് എ ബുക്ക്. അതിലൊരു ടീച്ചർ എന്താണ്? റീഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ബുക്ക് റീഡ് ചെയ്യാണ്, വായിക്കുകയാണ്. ആൻഡ് ദി അതർ ടീച്ചർ ഈസ് ലിസണിങ്. അല്ലേ, മറ്റേ ടീച്ചർ എന്താണ്? അത് ലിസൺ ചെയ്യുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എന്താണ്? ഇനി ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അല്ലേ. ദർ ഈസ് എ ഡസ്റ്റ്ബിൻ നിയർ ദി ടേബിളിൻ്റെ അടുത്തായിട്ടൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റ്. തിങ്സ് ഓൺ ദി ഹെഡ് മാസ്റ്റേഴ്സ് ടേബിൾ ആർ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. ഹെഡ് മാസ്റ്ററിൻ്റെ ടേബിളിലുള്ള തിങ്സ്, സാധനങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണുള്ളത് അല്ലേ. ഈ ബോർഡ്, ബുക്ക് ഉണ്ട്, പെന്നുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? ഒരു ക്ലോക്കും ഒരു കലണ്ടറും ഉണ്ട് അല്ലേ. അതിങ്ങനെ പറയാം, എ ക്ലോക്ക് ആൻഡ് കലണ്ടർ ഈസ് ഹാങ്ങിങ് ഓൺ ദി വാൾ. അല്ലേ, വാളിൽ ഹാങ് ചെയ്തതാണ്, ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എ ക്ലോക്ക് ആൻഡ് കലണ്ടർ ഈസ് ഹാങ്ങിങ് ഓൺ ദി വാളിൽ ഒരു ക്ലോക്കും കലണ്ടറും ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചെയ്താൽ ഹെഡ് മാസ്റ്റർ വാസ് ഹോൾഡിങ് എ പെൻ. ഹെഡ് മാസ്റ്റർ ഒരു പെന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്? സ്കൂളിൻ്റെ നെയിം ബോർഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ദി നെയിം ഓഫ് ദി സ്കൂൾ വാസ് റിട്ടൺ ഓൺ എ ബോർഡ്. അല്ലേ, സ്കൂളിൻ്റെ നെയിം ഒരു ബോർഡിൽ റിട്ടൺ ചെയ്തിട്ടുണ്ട്, റൈറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ABC സ്കൂളിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഒറ്റ നോട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിവരിച്ചിട്ട് എഴുതാം. ഇനി ഓരോ ടേബിളിലുള്ള ഓരോ സാധനങ്ങൾ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് എഴുതാം അല്ലേ. മാറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് എഴുതാം. ആക്ടിവിറ്റി 7. ചെസ്റ്റർ കംസ് ടു ദി ക്ലാസ്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നു. ആൻഡ് സിറ്റ്സ് ഓൺ ദി ഫ്രണ്ട് ബെഞ്ച്. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരുന്നു, സിറ്റ് ചെയ്തു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർസെൽഫ്. അവൻ്റെ ടീച്ചർ വന്നു, എന്നിട്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി അല്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹെർസെൽഫ് അല്ലേ, സ്വയം പരിചയപ്പെടുത്തി. ഷീ ആസ്ക് ദി സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. ടീച്ചർ സ്റ്റുഡൻസിനോട് അവരെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ദംസെൽസിലെ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. പിന്നെ ചെസ്റ്റർ എന്താണ്? എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തിയില്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹിംസെൽഫിലെ അവനെ തന്നെ സെൽഫായിട്ട് പരിചയപ്പെടുത്തി. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇവിടെ ഇതാ അവൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ, സ്വയം പരിചയപ്പെടുത്തുക അല്ലേ. നമ്മളെന്താണ്? മൈസെൽഫ് അല്ലേ, എന്നെ സ്വയം പരിചയപ്പെടുത്തുക. മൈസെൽഫ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അല്ലേ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ഞാൻ ആരാണ്? ചെസ്റ്റർ റാക്കൂൺ ആണ്. ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്. ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ്, കാട്ടിൽ നിന്നാണ് വരുന്നത്. ഫ്രം ദി ഫോറസ്റ്റ്. ഏത് പ്ലേസിൽ നിന്നാണോ നിങ്ങൾ വരുന്നത് ആ പ്ലേസ് ഇവിടെ ഇതുകല്ലേ. ഞാൻ ഫോറസ്റ്റിൽ നിന്നും വരുന്നു അല്ലേ, ഫ്രം ദി ഫോറസ്റ്റ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ. എൻ്റെ അച്ഛൻ ആരാണ്? മിസ്റ്റർ റാക്കൂൺ ആണ്. മൈ മദർ ഈസ് ചെൽസ റാക്കൂൺ. എൻ്റെ അമ്മയുടെ പേരെന്താണ്? ചെൽസ റാക്കൂൺ എന്നാണ്. ഐ ലവ് മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിനെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് എന്തൊക്കെ ഇഷ്ടമാണ്? ഐ ലൈക്ക് റണ്ണിങ് ഇഷ്ടമാണ്, ജമ്പിങ് ഇഷ്ടമാണ്, പ്ലേയിങ്ങിലെ കളിക്കുന്നത് ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. അല്ലേ, എനിക്ക് ഇവിടെ നിന്നും ന്യൂ ഫ്രണ്ട്സിനെ കിട്ടാൻ എന്താണ്? ഇഷ്ടമാണല്ലേ, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദി ക്ലാസ്സിലെ. ക്ലാസ്സിൽ നിങ്ങളെ സെൽഫിലെ, നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫിലെ, നിങ്ങളെങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തും? യു മേ റൈറ്റ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. അല്ലേ, ഇവിടെ തന്നിട്ടുള്ള, താഴെ തന്നിട്ടുള്ള ഈ സ്പേസിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ സെൽഫ് എഴുതാം. ഇവിടെ ചെസ്റ്റർ മൈസെൽഫിലെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് എഴുതേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തുടങ്ങാം അല്ലേ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അല്ലേ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലേ, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ടില്ലേ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം ചെസ്റ്റർ റാക്കൂൺ അല്ലേ, ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണെന്ന് പകരം നിങ്ങളുടെ നെയിം ഇവിടെ എഴുതുക അല്ലേ. ഐ ആം അനിത, ഏതാണോ നിങ്ങളുടെ നെയിം അത് എഴുതുക. ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്, നിങ്ങളുടെ പ്ലേസ് ഫോറസ്റ്റ് ആണോ അല്ല, ഇവിടെ പ്ലേസ് മാറ്റുക അല്ലേ. ഐ ആം കമ്മിങ് ഫ്രം കൊച്ചി അല്ല, ഐ ആം കമ്മിങ് ഫ്രം മലപ്പുറം. ഐ ആം കമ്മിങ് ഫ്രം എറണാകുളം. ഏത് പ്ലേസ് ആണോ അത് എഴുതുക അല്ലേ. ഏത് പ്ലേസിൽ നിന്നാണോ വരുന്നത് അത് ഫ്രം കഴിഞ്ഞിട്ട് ഇവിടെ എഴുതുക. ഇവിടെ നിങ്ങളുടെ നെയിം എഴുതുക, ഇവിടെ പ്ലേസ് എഴുതുക. നെക്സ്റ്റ് മൈ ഫാദർ നെയിമീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക. മൈ മദർ നെയിമീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക. ഇതൊക്കെ ചെസ്റ്ററിൻ്റെതാണ് അല്ലേ. ഐ ലവ് മൈ പാരൻസ്, ഞാൻ എൻ്റെ പാരൻസിനെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അത് എഴുതുക അല്ലേ. ഐ ലൈക്ക്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം? ഐ ലൈക്ക് കളറിങ്, ഡ്രോയിങ്, പെയിൻറ്റിങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ. ഐ ലൈക്ക് കളറിങ്, പെയിൻറ്റിങ് ആൻഡ് പ്ലേയിങ് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ അല്ലേ, എനിക്ക് ഇവിടെ നിന്നും പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ ഇഷ്ടമാണ്. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു താങ്ക് യു കൂടി എക്സ്ട്രാ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മാറ്റി ഇതൊരു മോഡൽ ഞാൻ അവിടെ കാണിക്കാം അല്ലേ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേരെന്താ, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, മൈ ഫാദർ നെയിം ഈസ്, മൈ മദർ നെയിം ഈസ് എന്താണ് എഴുതുക അല്ലേ. അത് ജസ്റ്റ് അതേ മാറ്റാനുള്ളൂ. പിന്നെ ഐ ലൈക്ക് കളറിങ്, ഡ്രോയിങ്, പെയിൻറ്റിങ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത്രേ മാറ്റാനുള്ളൂ. മാറ്റി ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. ആക്ടിവിറ്റി 8
When Chester and his mother reached school, they happened to see a notice board. Let's read the notice. ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിലെത്തിയിട്ട് എന്താണ് ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. ആ നോട്ടീസ് ബോർഡ് ഒന്ന് നമുക്ക് വായിക്കാം. നോട്ടീസ് ബോർഡ് ഡസ്സും ഉണ്ട് ഡോൺസും ഉണ്ട് അല്ലേ. ചെയ്യാൻ പാടുള്ള ലൈക്കായിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഡിസ്ലൈക്കായിട്ടുള്ള ഡോൺസ് അല്ലേ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമാണ് നോട്ടീസ് ബോർഡിലുള്ളത്. അറ്റൻഡ് ദി ക്ലാസ് റെഗുലർലി, എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലെ, എല്ലാ ദിവസവും ക്ലാസ്സിൽ വരിക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക അല്ലെ, അവർ പറയുന്നത് കേൾക്കുക. കംപ്ലീറ്റ് ദി അസൈൻമെൻറ്റ് ഇൻ ടൈം അല്ലേ, ടൈമിന് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുക. റീച്ച് ദി സ്കൂൾ ഇൻ ടൈം അല്ലേ, സമയത്തിന് എന്താണ് സ്കൂളിൽ റീച്ച് ചെയ്യുക, എത്തുക. കീപ് ദി സ്കൂൾ ക്ലീൻ അല്ലേ, സ്കൂൾ എന്താണ് ക്ലീനായിട്ട് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. നെക്സ്റ്റ് ഡോൺസ് അല്ലേ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡോണ്ട് സ്കിപ്പ് ദി മോർണിംഗ് അസംബ്ലി, മോർണിംഗ് അസംബ്ലി സ്കിപ്പ് ചെയ്യരുത്, അതായത് ഒഴിവാക്കരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ് അല്ലേ, മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്, ബ്രിങ് ചെയ്യരുത് അല്ലേ, ഡോണ്ടാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ് അല്ലേ, മോശമായിട്ടുള്ള ലാംഗ്വേജ് ഭാഷ ഉപയോഗിക്കരുത്, യൂസ് ചെയ്യരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂളിലെ സാധനങ്ങൾ എന്താണ് ഡാമേജ് ചെയ്യരുത്, നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ദി സ്കൂൾ പ്രിമൈസസ്, സ്കൂളിൻ്റെ ഭാഗങ്ങളിൽ എന്താണ് ഒന്നും ലിറ്റർ ചെയ്യരുത്, അതായത് അലക്ഷ്യമായിട്ട് സാധനങ്ങൾ വലിച്ചെറിയരുത് അല്ലെ. നിങ്ങൾ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് അല്ലെ, മിഠായി കവർ, അതൊന്നും അവിടെ സ്കൂളിൻ്റെ പരിസരത്തൊന്നും വലിച്ചെറിയരുത്, നിക്ഷേപിക്കരുത് എന്നാണ് പറഞ്ഞത്. ഡോണ്ട് ലിറ്റർ ചെയ്യരുത്. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്, നിങ്ങളുടെ ഒരു ടീച്ചർ എന്താണ് ലീവ് ആണെന്ന് ഇമാജിൻ ചെയ്യുക, ചിന്തിക്കുക. റൈറ്റ് ഡൗൺ ദി ഡസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ടീച്ചർ. ടീച്ചർ ആബ്സെൻ്റ് ആണ്, ആ ആബ്സെൻസിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യാൻ പാടുള്ളത് അല്ലേ, ഡസ് ആൻഡ് ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ലീവാണ്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഡസ് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. കംപ്ലീറ്റ് യുവർ നോട്ട്സ്, നിങ്ങളുടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഡു ഹോംവർക്ക് ഉള്ളതൊക്കെ ചെയ്ത് തീർക്കുക. ടീച്ചർ ഇല്ല, ടീച്ചർ ആബ്സെൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം? റീഡ് ബുക്ക് വായിക്കാം. സ്റ്റഡി നോട്ട്സ് പഠിക്കാം. അതുപോലെ കണ്ടക്ട് കിസ് കിസ് മത്സരമൊക്കെ കണ്ടക്ട് ചെയ്യാം. ഡു റോൾ പ്ലേ എന്തെങ്കിലും നാടകം പോലെയൊക്കെ കളിക്കാം. നെക്സ്റ്റ് ഡോൺസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ടീച്ചർ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണ്, ടീച്ചർ ഇല്ല, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത്? ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ് മറ്റുള്ള ക്ലാസ്സുകളെ ഡിസ്റ്റർബ് ചെയ്യരുത്, ശല്യം ചെയ്യരുത്. ഡോണ്ട് ഷൗട്ട് ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യരുത്, ഡോണ്ട് ഷൗട്ട്. ഡോണ്ട് ഗോ ഔട്ട് ഓഫ് ക്ലാസ് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോകരുത്. ഡോണ്ട് ഫൈറ്റ് ചെയ്യരുത്, അടിപിടി ഉണ്ടാക്കരുത്. ഡോണ്ട് ബ്രേക്ക് എനിത്തിങ് ഒന്നും ബ്രേക്ക് ചെയ്യരുത്, പൊട്ടിക്കരുത്. ഡോണ്ട് ത്രോ തിങ്സ് സാധനങ്ങൾ വലിച്ചെറിയരുത്. ആക്ടിവിറ്റി 9, റീഡ് ദി ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള താഴെയുള്ള സെൻറ്റൻസ് റീഡ് ചെയ്യാൻ. ആൻഡ് നോട്ട് ദി വേർഡ്സ് അണ്ടർലൈൻഡ് അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോട്ട് ചെയ്യാൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഓരോ വേർഡ്സ്, അത് നോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം വിത്ത് മൈ ഫ്രണ്ട്സിൻ്റെ കൂടെ. അണ്ടർലൈൻ ചെയ്ത ഈ വേർഡ് ഏതാണ്? വിത്ത് വിത്ത് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? കൂടെ എന്നാണ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം എന്നാണ് പറഞ്ഞത്. ഐ വാണ്ട് ടു സിങ് ഓൺ ദി സിങ് എനിക്ക് ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടണം ഓൺ ദി സിങ് ഊഞ്ഞാലയിൻ്റെ മേഖല. ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ ഓൺ ദി ബെഞ്ച്, ഓൺ ദി ഡെസ്ക് അതിനൊക്കെയാണ് നമ്മൾ മുകളിൽ എന്നുള്ള മീനിങ് ആണ് ഓൺ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള സെൻറ്റൻസ് ആണ് ഇതിലെ. ഐ വാണ്ട് ടു സിങ് ഓൺ ദി സിങ് ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടണം, രണ്ടിനും സിങ് എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂളിലേക്ക് പോകണ്ട. ടു പാർക്കിലേക്ക് അല്ലെങ്കിൽ ലേക്ക് സ്കൂളിലേക്ക് എന്നുള്ള ആ മീനിങ് ആണ് ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് ചെസ്റ്ററിന് എന്ത് ഫെൽറ്റ് ചെയ്തു, അനുഭവപ്പെട്ടു? അമ്മയുടെ കിസ് അവൻ്റെ ഹാൻഡിൽ നിന്നും റഷ് ചെയ്തു മുകളിലേക്ക് വരുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു ഫെൽറ്റ് ചെയ്തു, അനുഭവപ്പെട്ടു. അപ്പോൾ ഫ്രം ഹിസ് ഹാൻഡിൽ അവൻ്റെ ഹാൻഡിൽ നിന്നും, നിന്നും എന്നുള്ള മീനിങ് ആണ് ഫ്രം അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്ലേസ് ആണെങ്കിൽ സ്ഥലത്തിന് ഫ്രം കാലിക്കറ്റ് ഫ്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഹിസ് ഹാൻഡ് ഹാൻഡിൽ നിന്നും എന്നുള്ള മീനിങ് ആണ് ഫ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള അതേപോലെ സാമ്യതയുള്ള സെൻറ്റൻസ് സ്റ്റോറിയിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്തിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞത്. ഇതേപോലെ വിത്ത്, ഓൺ, ടു, ഫ്രം എന്നുള്ള വേർഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ്, ആ വേർഡ്സ് വരുന്ന ഇതുപോലത്തെ സെൻറ്റൻസ്, സിമിലർ സെൻറ്റൻസ് ഇതുപോലുള്ള സെൻറ്റൻസ് ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്ത് എഴുതണം. ഫസ്റ്റ്
ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു അല്ലേ, എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം അല്ലേ, വിത്ത് വെച്ചിട്ടില്ലേ, വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് വിത്ത് യു അല്ലേ, നിങ്ങളുടെ കൂടെ നിൽക്കണം. വിത്ത് എന്നുള്ള മീനിങ് എന്താണ്, കൂടെ എന്നുള്ളതാണ് അല്ലേ. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു അല്ലേ, വീട്ടിൽ എന്താണ് നിങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നുണ്ടല്ലേ. ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് ആണ് അതുപോലെ വിത്ത് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ്. അതുപോലെ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് എന്ന് പറയുന്നുണ്ടല്ലേ, എനിക്ക് എൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിക്കണമല്ലോ, ടോയ്സുമായി കളിക്കണം എന്ന് പറയുന്നുണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് അല്ലേ, ടോയ്സുമായി കളിക്കണം. നെക്സ്റ്റ് അതേപോലെ ഓൺ വരുന്ന സെൻറ്റൻസ് ഏതാണ്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സിങ് ഓൺ ന്യൂ സിങ്സ് അല്ലേ, നിനക്കെന്താണ് ന്യൂ ബുക്സ് ആയിട്ട് റീഡ് ചെയ്യാം, അതുപോലെ പുതിയ ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടാം. സിങ് ഓൺ ന്യൂ സിങ് എന്ന് പറയുന്നുണ്ട്, ആ സെൻറ്റൻസിൽ ഓൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഫ്രം യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ അല്ലേ, എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാനത് പഠിച്ചതില്ലേ, ഫ്രം മൈ മദർ, അമ്മയിൽ നിന്നും അല്ലേ ഫ്രം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ അല്ലേ, അവളുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചതില്ലേ, ആ അമ്മയുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്, ഫ്രം ഹെർ മദർ അവളുടെ അമ്മയിൽ നിന്നില്ല. അപ്പോൾ ഫ്രം യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ് അല്ലേ, അവൻ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഹി ടേൺ ടു ഹിസ് മദർ അല്ല, അമ്മയുടെ അടുത്തേക്ക് ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ നിങ്ങൾക്ക് ടു, ഫ്രം, വിത്ത് അല്ലേ, ആ വേർഡ് ഓൺ എന്നൊക്കെയുള്ള ഈ വേർഡ്സ് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഏത് സെൻറ്റൻസ് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് എഴുതാവുന്നതാണ്. ഇതാ ഫസ്റ്റത്തെ പാഠത്തിൽ ഇതാ ഐ വാണ്ട് ടു പ്ലേ അല്ലേ, ടു എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വേർഡ് നിങ്ങൾക്ക് എഴുതാം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ് അല്ലേ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് അല്ലേ, ഐ വാണ്ട് ടു അല്ലേ, ടു യൂസ് ചെയ്ത കുറേ വേർഡ്സ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതാ ഇവിടെ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു അല്ലേ, നിങ്ങളോടൊപ്പം എനിക്ക് വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു വിത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു അല്ലേ, നിങ്ങളോടൊപ്പം വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എന്താണ് വിത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിത്ത് ടു ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇവിടെയുള്ള ഓരോ പാഠഭാഗത്തു നിന്നുള്ള ഏത് സെൻറ്റൻസ് നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ അല്ലേ, ക്ലാസ് ടീച്ചറും ചെസ്റ്റർ റാക്കൂണും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. റീഡ് ആൻഡ് സപ്ലൈ ദി മിസ്സിംഗ് വേർഡ്സ് അല്ലേ, ഇതിൽ മിസ്സിംഗ് ആയിട്ട് കാണാതായിട്ടുള്ള ചില വേർഡ്സ് ഉണ്ട് അല്ലേ, അത് നിങ്ങൾ സപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. മിസ്സിംഗ് വേർഡ്സ് ഇതിന്ന് സപ്ലൈ ചെയ്തിട്ട് ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞത് അല്ലേ. വിത്ത്, ടു, ഫ്രം, ഇൻ അല്ലേ, ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ടീച്ചർ ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം, നിൻ്റെ പേര് പറയാമോ. കുഡ് യു ടെൽ മീ യുവർ നെയിം, നിൻ്റെ പേര് എന്നോട് പറയാമോ. ചെസ്റ്റർ ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ, ഞാൻ ആരാണ്, ചെസ്റ്റർ റാക്കൂൺ ആണ്. ടീച്ചർ വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. ചെസ്റ്റർ എന്ത് പറയും, ഐ ആം ഫ്രം ദി ഫോറസ്റ്റ് അല്ലേ, ഞാൻ കാട്ടിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്നുമാണ് വരുന്നത് അല്ലേ, ഫ്രം ദി ഫോറസ്റ്റ് അല്ലേ. നിങ്ങളുടെ പ്ലേസിൻ്റെ മുന്നേ എന്താണ് ഫ്രം ആണ് ചേർക്കേണ്ടത് അല്ലേ, ഫ്രം മലപ്പുറം, ഫ്രം കോഴിക്കോട് അല്ലേ. അപ്പോൾ പ്ലേസിൻ്റെ മുന്നേ എവിടെ നിന്നാണല്ലേ, നിന്നും എന്നുള്ള മീനിങ് എന്താണ്, ഫ്രം ആണ്, ഫ്രം ദി ഫോറസ്റ്റ് അല്ലേ, കാട്ടിൽ നിന്നും. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, അതെന്താണ് ഒരു നൈസ് പ്ലേസ് ആണ്, നല്ല പ്ലേസ് ആണ്. ടീച്ചർ വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദി ഫോറസ്റ്റ്, നിനക്ക് കാട്ടിൽ എന്താണ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. വാട്ട് ഡു യു ലൈക്ക് ടു ഡു, എന്താണ് നിനക്ക് ചെയ്യാൻ ഇഷ്ടം. ഇൻ ദി ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റിൽ, കാട്ടിൽ അല്ലേ, എന്നുള്ള മീനിങ് അല്ലേ, കാട്ടിൽ നിന്നും അല്ലേ, ഇൻ ദി ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ, ഫ്രം ദി ഫോറസ്റ്റിൽ നിന്നും എന്നാണല്ലേ. ഫോറസ്റ്റിൽ എന്താണ്, കാട്ടിൽ നിനക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്. അപ്പോൾ ഇൻ ദി ഫോറസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഈ ഇന്ന്. ചെസ്റ്റർ ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദി ഷെയ്ഡ് ഓഫ് ട്രീസ്, എനിക്കെന്താണ് ഇഷ്ടം, ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഇൻ ദി ഷെയ്ഡ് ഓഫ് ട്രീസിലെ, മരങ്ങളുടെ തണലിൽ കളിക്കാനില്ലേ. ടീച്ചർ ദാറ്റ് മസ്റ്റ് ബി ഫൺ അല്ലേ, അതെന്തായാലും നല്ല ഫൺ അല്ല, രസമുള്ള കാര്യമാണ്. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദി മോസ്റ്റ്, ഏത് ഗെയിമാണ് അതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചെസ്റ്റർ ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ, എനിക്കെന്താണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് ഇഷ്ടം. ഡാഷ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നുള്ളതിൽ ഇതിൽ ഏതാണ് ഇനി എടുക്കാനുള്ളത്, വിത്ത് മൈ ഫ്രണ്ട്സിലെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നുള്ള മീനിങ് ഏതാണ്, വിത്താണ്. അപ്പോൾ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് എനിക്കിഷ്ടം. ടീച്ചർ ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസിലെ, നിൻ്റെ വീട്ടിലേക്ക് എപ്പോഴാണ് നീ പോവുക. വെൻ വിൽ യു ഗോ, എപ്പോഴാണ് പോകുന്നത്. ടു യുവർ ഹൗസിലെ, നിൻ്റെ വീട്ടിലേക്കിലെ, ടു എന്നാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ, ഈ വേർഡ് ഇവിടെ നിന്ന് എടുത്തെഴുതുക, ടു യുവർ ഹൗസ്. ചെസ്റ്റർ വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days അല്ലേ, ഞാൻ എന്താണ് 3 ദിവസത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകും. ടീച്ചർ ഓക്കെ താങ്ക്സ് വി വിൽ മീറ്റ് അഗെയിൻ, നമുക്കെന്താണ് വീണ്ടും കണ്ടുമുട്ടാം. അഗെയിൻ മീൻസ് വീണ്ടും കണ്ടുമുട്ടാം, വി വിൽ മീറ്റ് അഗെയിൻ. ആക്ടിവിറ്റി 11. ദി ഫോളോവിങ് ഈസ് ദി ഡയറി എൻട്രി ഓഫ് ഐനു, ഐനുവിൻ്റെ ഡയറി എൻട്രിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, അതിലെന്താണ് കുറച്ച് എറേഴ്സ് ഉണ്ടല്ലേ, തെറ്റുകളുണ്ട്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്, അതെന്താണ് റീഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ, തിരുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സൊക്കെ എന്താണ് തെറ്റാണ്, എററാണ്, അത് നമ്മൾ എഡിറ്റ് ചെയ്ത് ശരിയാക്കിയതാണ്. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്, വെൻറ്റ് വിത്ത് എ സ്റ്റോർ, സ്റ്റോറിൻ്റെ കൂടെയാണോ ഞാൻ പോയതല്ല. ഐ വെൻറ്റ്
ടു എ സ്റ്റോറിലെ സ്റ്റോറിലേക്കല്ലേ പോയത്, അപ്പോൾ ടു ആണ് ഇവിടെ വേണ്ടത്. ടു ബൈ സം ഫ്രൂട്ട്സ് ഇല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. ഇവിടെ ഐ എന്താണ്, സ്മോൾ ലെറ്റർ ആണ്. നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഐ വെൻറ്റ് ടു എ സ്റ്റോർ, സ്റ്റോറിലേക്ക് പോയി. ടു ബൈ സം ഫ്രൂട്ട്സ് ഇല്ലേ, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. വിത്ത് എ സ്റ്റോർ അല്ല വേണ്ടതില്ല, സ്റ്റോറിൻ്റെ കൂടെയാണ് പോയതിൽ, സ്റ്റോറിലേക്ക് പോയി. അപ്പോൾ ടു എ സ്റ്റോർ എന്നാണ് വേണ്ടത്. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദി ഷെൽഫ്, ഞാൻ എന്താണ്, ഒരു ബിഗ് ഓറഞ്ച് ആ ഷെൽഫിൽ കണ്ടു. ടു ആണ് വേണ്ടത്, അല്ല ഷെൽഫിൽ എന്നുള്ള മീനിങ് ഇൻ ദി ഷെൽഫിൽ, ഷെൽഫിൽ കണ്ടു. ഇവിടെ എന്താണ്, ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ദി ഷെൽഫിൽ, ഷെൽഫിൽ എന്താണ്, ഓറഞ്ച് കണ്ടു അല്ലെ, ഉള്ളിൽ എന്നുള്ള മീനിങ് എന്താണ്, ഇൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്, അത് വാങ്ങാൻ തീരുമാനിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദി സ്റ്റോർ, ഞാൻ എന്താണ്, സ്റ്റോറിൻ്റെ മുകളിൽ എൻ്റെ ഫ്രണ്ടിനെ മെറ്റ് ചെയ്തു, കണ്ടു. സ്റ്റോറിൻ്റെ മുകളിലാണോ, അല്ല, ഇൻ ദി സ്റ്റോറാണ്, സ്റ്റോറിൻ്റെ ഉള്ളിലാണ് വേണ്ടത്. അപ്പോൾ ഓണല്ല, ഇന്നാക്കണം. എൻ്റെ ഫ്രണ്ട്സിനെ ആ സ്റ്റോറിൽ കണ്ടുല്ലേ, ഇൻ ദാറ്റ് സ്റ്റോർ എന്നാണ് വേണ്ടത്. ആ സ്റ്റോറിൻ്റെ ഉള്ളിലാണ് കണ്ടത്. ഓൺ ദി ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ, സ്റ്റോറിൻ്റെ മുകളിലാണോ, അല്ല, ഉള്ളിലാണ് കണ്ടത്. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുക. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദി പാർക്ക് അല്ലേ, ഗോ ടു ദി പാർക്കാണ് വേണ്ടത്. പാർക്കിലേക്ക് പോകാനാണ് ഇൻവൈറ്റ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തു. മീ ടു ഗോ ടു ദി പാർക്ക്, പാർക്കിലേക്ക് എന്നുള്ളത് ടു ആണ് വേണ്ടത്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ന്യൂ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. മൈ ഫ്രണ്ട് എന്നുള്ളത്, മൈ എന്താണ്, എം ക്യാപിറ്റലിൽ എഴുതണം. അപ്പം മൈ എം ക്യാപിറ്റലിൽ എഴുതുക. മീ ടു ഗോ ടു ദി പാർക്കിലെ, പാർക്കിലേക്ക് എന്നുള്ള മീനിങ് ടു എന്നാണ് വേണ്ടത്. ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹെർ, അവളിൽ നിന്നും ഞാൻ വന്നു, അല്ല അല്ലേ. ഐ വെൻറ്റ് വിത്ത് ഹെർ എന്നാണ്, അവളുടെ കൂടെ എന്നാണ്. ഞാൻ എന്താണ്, അവളുടെ കൂടെയാണ് പോയത്. ഐ വെൻറ്റ് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തത് കണ്ടോ. ഐ വെൻറ്റ് വിത്ത് ഹെർ അല്ലേ, അവളുടെ കൂടെ എന്നാണ് വേണ്ടത്. ഫ്രമ്മിൻ്റെ പകരം അവളുടെ കൂടെ അല്ലേ, വിത്ത് ഹെർ അല്ലേ, വിത്ത് ഹിം അല്ലേ, അവൻ്റെ കൂടെ. അപ്പോൾ വിത്താണ് അവിടെ വരേണ്ടത്. ഫ്രം എന്താണ്, നമ്മൾ എവിടെ നിന്നൊരു സ്ഥലത്തിൻ്റെ മുന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ, ഫ്രം. നെക്സ്റ്റ് ഇവിടെ ഫുൾ സ്റ്റോപ്പാണ്. ന്യൂ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ വി എന്നുള്ള ഡബ്ല്യു ക്യാപ്സിൽ എഴുതുക. വി സാറ്റ് അറ്റ് ദി ബെഞ്ച് അല്ലേ, ഇൻ ദി ബെഞ്ചാണ്, ബെഞ്ചിൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്. ബെഞ്ച് അറ്റ് ദി ബെഞ്ച്, ബെഞ്ചുമേലല്ല, ഓൺ ദി ബെഞ്ചിലെ, ബെഞ്ചിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. വി സാറ്റ് ഓൺ ദി ബെഞ്ച് എന്നാക്കുക. അപ്പോൾ അറ്റ് വെട്ടിയിട്ട് ഇവിടെ ഓൺ ആക്കുക അല്ലേ, ഓൺ ദി ബെഞ്ച്, ബെഞ്ചിൻ്റെ മുകളിലാണ് ഇരുന്നത്. ആൻഡ് 80 ഓറഞ്ച് ടുഗദർ അല്ലേ, ഒരുമിച്ച് ആ ഓറഞ്ച് 8 ചെയ്തു, കഴിച്ചു. ഐ ത്രൂ ദി ഓറഞ്ച് പീൽ വിത്ത് ദി ഗാർബേജ്, ഗാർബേജിൻ്റെ കൂടെയാണോ ഓറഞ്ച് പീൽ എറിഞ്ഞത്, അല്ല, ഗാർബേജിലേക്കാണ്. ഇൻ ടു ദി ഗാർബേജിലെ, ഗാർബേജിലേക്ക് എന്നുള്ള മീനിങ് അതാണ്, ഇൻ ടു എന്നാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പിന് ശേഷം ന്യൂ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. എല്ലായിടത്തും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ്, ഐ ക്യാപ്സിൽ എഴുതുക. ഐ ത്രൂ ദി ഓറഞ്ച് പീൽ ഇൻ ടു ദി ഗാർബേജ്, ഗാർബേജിലേക്കാണ് ഓറഞ്ച് പീൽ ത്രൂ ചെയ്യുന്നത്, എറിയുന്നത്. വിത്ത് ദി ഗാർബേജിൻ്റെ കൂടെ അല്ല, ഗാർബേജിലേക്ക് എന്നുള്ള മീനിങ് ഇൻ ടു എന്നാണ്. നിങ്ങൾ ഏത് സെൻറ്റൻസ് നിങ്ങളോട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഫസ്റ്റ് ക്യാപ്സിലാണോ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. അതുപോലെ ഇന്ത്യയിലെ ഓരോന്നിൻ്റെ ഉള്ളിലേക്കാണ്, ഇന്ത്യ ഷെൽഫിലെ ഉള്ളിലാണെങ്കിൽ ഇൻ യൂസ് ചെയ്യുക. മുകളിലാണ് വരുന്നതെങ്കിൽ ഓൺ യൂസ് ചെയ്യുക അല്ലേ, ഓൺ ദി ബെഞ്ച്, മുകളിൽ. ഇൻ ടു അല്ലേ, ഉള്ളിലേക്ക് എന്നുള്ള മീനിങ് ഇൻ ടു ദി ഗാർബേജ് അല്ലേ. ലേക്ക് എന്നുള്ള മീനിങ് അതാണ്, ടു ദി പാർക്ക് അല്ലേ, ടു ദി സ്കൂൾ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് എന്നുള്ള മീനിങ്ങിന് വരുന്നത് നിങ്ങൾ ടു എന്ന് യൂസ് ചെയ്യുക. ഒരാളുടെ കൂടെ എന്നുള്ളതാണെങ്കിൽ വിത്ത് ഹെർ, വിത്ത് ഹിം അല്ലേ, അങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യുക. ആക്ടിവിറ്റി 12 റീഡ് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി അല്ലേ, സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സെൻറ്റൻസ് ഉണ്ട് ഇവിടെ, അത് റീഡ് ചെയ്യാൻ. ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻറ്റു 2 അല്ലേ, അവ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും വിഭജിക്കാനും മുറിക്കാനാണ് പറഞ്ഞതില്ലേ. 2 ആയിട്ട് ഒരു സെൻറ്റൻസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, മുറിച്ചിട്ട് എഴുതാൻ. 1 ഹാസ് ബീൻ ഡൺ ഫോർ അല്ലേ, ഒന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇതാ ഫസ്റ്റത്തെ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, നിനക്ക് എന്താണ് ന്യൂ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അതുപോലെ ന്യൂ ടോയ്സുമായിട്ട് കളിക്കാം. ഈ ഒരു സെൻറ്റൻസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, 2 സെൻറ്റൻസ് ആക്കിയിട്ടുണ്ട്. ഇതൊരു സെൻറ്റൻസാണ് അല്ലേ. ഇതിനെ ഈ ആൻഡ് എന്നുള്ളിടത്ത് ഇവിടെ കട്ട് ചെയ്തിട്ട് ആൻഡ് പോക്കിയിട്ട് 2 സെൻറ്റൻസ് ആയിട്ടില്ലേ, 2 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അല്ലേ, നിനക്ക് ന്യൂ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. യു വിൽ മേക്ക്, നിനക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ആൻഡ് കട്ട് ചെയ്തിട്ട് ഈ യു വിൽ ഉണ്ടല്ലോ, ഈ യു വിൽ അതേപോലെ തന്നെ അടുത്ത സെൻറ്റൻസിന് എഴുതുക. യു വിൽ എന്നുള്ളത് അടുത്ത സെൻറ്റൻസിനൂടി കൂട്ടി. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് അല്ലേ, നിനക്ക് ന്യൂ ടോയ്സുമായിട്ട് കളിക്കാം. അങ്ങനെ 2 സെൻറ്റൻസ് ആയിട്ട് മുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻഡിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഫസ്റ്റിലുള്ള ഈ വേർഡ് ഇവിടേക്കും കൊടുത്തിട്ട് 2 ആക്കിയിട്ട് മുറിക്കുക. അപ്പോൾ സെക്കൻഡ്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, നിനക്ക് ന്യൂ ബുക്സ് റീഡ് ചെയ്യാം. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ് അല്ലേ, പുതിയ ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടാം എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിനെ നമുക്ക് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യാമില്ല, ഈ ആൻഡ് ഒഴിവാക്കുക അല്ലേ, ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് 2 സെൻറ്റൻസ് ആക്കുക. ഈ യു ക്യാൻ റീഡ് എന്നുള്ള യു ക്യാൻ എന്നുള്ളത് ഇവിടേക്കും ഈ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലേക്ക് കൂടി എഴുതുക. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, നിനക്ക് ന്യൂ ബുക്സ് വായിക്കാം, ഒരു സെൻറ്റൻസ്. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആൻഡ് ഒഴിവാക്കിയിട്ട് യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സിങ്സ് അല്ലേ, നിനക്ക് എന്താണ് ന്യൂ സിങ്സ്, പുതിയ ഊഞ്ഞാലയിൽ ഊഞ്ഞാലാടാം അല്ലേ. അങ്ങനെ 2 സെൻറ്റൻസ് ആക്കുക.
നെക്സ്റ്റ് തേർഡ് സെൻറ്റൻസ് ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ചെസ്റ്ററിൻ്റെ ഹാൻഡ് എടുത്തു ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്, എന്നിട്ട് കെയർഫുള്ളായിട്ട് ആ ഫിംഗേഴ്സ് ഇങ്ങനെ റാപ്പ് ചെയ്തു. നമുക്ക് ഈ ആൻഡിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് ഇതിനെ 2 സെൻറ്റൻസ് ആക്കാം. ഈ ഷീ എന്നുള്ള വേർഡ് ഫസ്റ്റിലേക്ക് എടുത്ത് ചെയ്തിട്ട് 2 സെൻറ്റൻസ് ആക്കാം. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് അല്ലേ, ഒരു സെൻറ്റൻസ് അവൾ നമ്മൾ ചെസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് പിടിച്ചു എന്നുള്ളത്. നെക്സ്റ്റ് ഇവിടേക്ക് ഷീ ചെയ്താൽ ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്, അവൾ കെയർഫുള്ളായിട്ട് അവൻ്റെ ഫിംഗേഴ്സ് റാപ്പ് ചെയ്തു. അപ്പോൾ 2 സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് ഈ ആൻഡ് ഒഴിവാക്കിയിട്ട് ഈ ഫസ്റ്റത്തെ വേർഡ് ഇവിടേക്ക് എടുത്ത് എഴുതുക, എന്നിട്ട് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദി സെൻറ്റൻസസ്. അതായത് തന്നിട്ടുള്ള ഈ പാസേജ് റീഡ് ചെയ്തിട്ട് ഇതിലുള്ള സെൻറ്റൻസ് സ്പ്ലിറ്റ് ചെയ്യാനില്ലേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മുറിക്കാനാണ് പറഞ്ഞത്. നേരത്തെ ചെയ്തതുപോലെ ആൻഡ് ഉള്ളത് ഒഴിവാക്കിയിട്ട് 2 വേർഡ്സ് ആയിട്ട് ഓരോ സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് വരുന്നത് ഭാഗങ്ങളൊക്കെ ഈ ആൻഡ് ഒഴിവാക്കുക. എ ക്യൂരിയസ് റാക്കൂൺ ലീവ്ഡ് ഇൻ ദി വുഡ്സ് അല്ലേ, ഇതൊരു സെൻറ്റൻസ് ആക്കിയതാണ്. എന്നിട്ട് ഈ ആൻഡ് ഒഴിവാക്കുക അല്ലേ. നെക്സ്റ്റ് സെൻറ്റൻസ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, അതിനെന്താ ന്യൂ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ്, ഒരു ദിവസം അതൊരു ഷൈനി ആയിട്ടുള്ള ഒബ്ജക്റ്റ് കണ്ടു. നെക്സ്റ്റ് ഈ ആൻഡ് ഒഴിവാക്കുക അല്ലേ, ആൻഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഓരോ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുക. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, എന്നിട്ട് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. ലാൻഡ് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്താണ് ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ്, ഒരു ഷൈനി ഒബ്ജക്റ്റ് കണ്ടു. അതേപോലെ തന്നെ ഇറ്റിനെ ഇവിടേക്ക് എടുത്ത് ചെയ്തിട്ട് ഇറ്റ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ, അതിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ച് വെക്കാൻ അതെന്ത് ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചു. അപ്പോൾ ഇറ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നെക്സ്റ്റ് ഇറ്റ് പ്ലേസ് ദി ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്, സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സിൽ അത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു വെച്ചു. നെക്സ്റ്റ് ഈ ആൻഡ് ഒഴിവാക്കുക, എന്നിട്ട് അടുത്തൊരു സെൻറ്റൻസ് ആക്കി എഴുതുക അല്ലേ. ഈ ആൻഡ് ഒഴിവാക്കിയിട്ട് 2 സെൻറ്റൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം ഈ വേർഡിനെ. ആൻഡുള്ള ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ 2 സെൻറ്റൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ആൻഡ് ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഇറ്റ് വെച്ചിട്ട് 2ാമത്തെ സെൻറ്റൻസ് തുടങ്ങുക. ഇറ്റ് പ്ലേസ്ഡ് ദി ഒബ്ജക്റ്റ് എന്ന് തുടങ്ങി. അതേപോലെ ഈ ആൻഡ് ഒഴിവാക്കിയിട്ട് ഇറ്റ് സ്റ്റേഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ അല്ലേ. ഈ ഇറ്റ് എന്താണ് ഇവിടേക്ക് എടുത്തിട്ട് പുതിയൊരു സെൻറ്റൻസ് വേറൊരു സെൻറ്റൻസ് ആക്കുക. ഈ 2 സെൻറ്റൻസിനെയും ജോയിൻ ചെയ്യുന്നത് കൂട്ടി യോജിപ്പിക്കുന്നത് ഈ ആൻഡ് എന്നുള്ള വേർഡാണ്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ എന്താണ് 2 സെൻറ്റൻസ് ആയി. എന്നിട്ട് ഈ ഫസ്റ്റുള്ള ഈ വേർഡ് വെച്ചിട്ട് 2 സെൻറ്റൻസ് ആക്കി സ്റ്റാർട്ട് ചെയ്യുക. ദി റാക്കൂൺസ് ഐ സ്പാർക്കിൾഡ്, റാക്കൂണിൻ്റെ ഐസ് എന്താണ് സ്പാർക്കിൾ ചെയ്തു അല്ലേ, ഇങ്ങനെ തിളങ്ങി. എന്നിട്ട് ഈ ആൻഡ് ഒഴിവാക്കുക അല്ലേ. ആൻഡ് എന്നുള്ളത് 2 സെൻറ്റൻസിനെ ഒരുമിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കാണ് വേണ്ടത്. 2 ആക്കാൻ എന്താണ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ് അല്ലേ, അതെന്താണ് ഒരു ബ്യൂട്ടിഫുൾ ടോയ് ഡിസ്കവർ ചെയ്തു, കണ്ടുപിടിച്ചു. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊരു സെൻറ്റൻസ് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ ആൻഡിനെ ഒഴിവാക്കിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊരു സെൻറ്റൻസ് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അത് 2 ആക്കി ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി എഴുതാനാണ് പറഞ്ഞത്. ആക്ടിവിറ്റി 13 ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ്, നമുക്ക് വേർഡ്സുമായിട്ട് കളിച്ചാലോ. കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദി ക്ലൂസ് ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ള ഈ ക്ലൂസ് വെച്ചിട്ട് ഈ ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പസിൽ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ട ക്ലൂസ് ഇവിടെ തന്നിട്ടുണ്ട്. അക്രോസ് ആയിട്ടുള്ള വേർഡ്സിന് ഉള്ള ക്ലൂ ആണിത്. അതായത് അക്രോസ് ഇങ്ങനെ നേരെ, ഡൗൺ ആയിട്ടുള്ളത് ഇങ്ങനെ താഴോട്ടുള്ളത് 2, 3, 4, 6 ഒക്കെ താഴോട്ട് വരുന്നതാണ്, ഡൗണിലേക്കുള്ളതാണ്. അതിൻ്റെ ക്ലൂ ഇവിടെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അക്രോസ് ആയിട്ടുള്ളത് ഫസ്റ്റ് 1 നോക്കാം. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുന്ന അല്ലെ, ഇങ്ങനെ ചലിക്കാൻ കഴിയുന്ന സാധനം ഏതാണ്, നമ്മുടെ ഊഞ്ഞാലാണല്ലേ, സ്വിങ്. 5 ലെറ്റേഴ്സിനോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ലെറ്റേഴ്സ് ഇങ്ങോട്ട് ഏതാണ്, സ്വിങ് ആണ്, ഊഞ്ഞാലാണ്. ബാക്കും ഫോർത്തും ഇല്ലേ, മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ആടുന്നത്. നെക്സ്റ്റ് 5th ഏതാണ്, അക്രോസ് ആയിട്ടുള്ളതൊക്കെ ആദ്യതാണ്. ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്, ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി, പെട്ടെന്ന് ഓടുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയോ ചെയ്യുക, വിത്ത് ലൈറ്റ് സ്റ്റെപ്പ് അല്ലേ, ചെറിയ സ്റ്റെപ്സിനാൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതിന് എന്താണ് നമ്മൾ പറയൽ, അത് എത്രയാണ് 7 ലെറ്റേഴ്സാണുള്ളത്. അക്രോസ് ഇങ്ങനെ നേരാണ്, അതിനെ സ്കാമ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച വേർഡാണ് സ്കാമ്പർ ചെയ്യുക, അങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതിൻ്റെ പേരാണ് സ്കാമ്പർ. നെക്സ്റ്റ് 7th ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ്, ഈസ് ആൻഡ് വെൽബീയിങ്ങിൻ്റെ ആ ഫീലിംഗ് തരുന്ന ആ ഒരു അനുഭവം തരുന്ന ആ 4 ലെറ്റർ വേർഡ് ഏതാണ്, കോസി എന്നാണ് ആ വേർഡിന് പറയുക അല്ലേ. കോസി ആയിട്ടുള്ളതിനെയാണ് കോസി എന്നാൽ എന്താണ്, ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ് അല്ലേ, ആ ഒരു ഫീലിങ്ങിനെ പറയുന്ന വേർഡാണ് കോസി, COSY. നെക്സ്റ്റ് ഡൗണിലേക്കുള്ളത് താഴോട്ടുള്ളത് 3ാമത്തെ 2, 3 എന്താണ് ഇങ്ങനെ താഴോട്ടുള്ളതാണ്. ടു എന്താണ്, ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടോ പേപ്പർ കൊണ്ടോ ഇങ്ങനെ കവർ ചെയ്യുന്നത്, ഇങ്ങനെ എൻക്ലോസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്, റാപ്പ് ചെയ്യുക എന്നാണ് പറയുക അല്ലേ, WRAP അല്ലേ. ഇവിടെ സ്വിങ്ങിൻ്റെ W ഉണ്ട് ഇവിടെ അല്ലേ, ആ Wയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്, റാപ്പ് എന്നാണ്. റാപ്പ് ചെയ്യുക, ഇങ്ങനെ പൊതിയുന്നതിന് പറയുന്ന പേര്. നെക്സ്റ്റ് 3rd റബ് സംതിങ് ജെൻലി വിത്ത് ദി നോസ് അല്ലേ, എന്തെങ്കിലും ഒരു സാധനത്തിന് നോസ് മൂക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാം, മെല്ലെ പതുക്കെ ഇങ്ങനെ തടവുന്നതിന് പറയുന്ന പേരെന്താണ്,
ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ, അതെന്തിനാണ് അഫെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ, ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതില്ലേ. നോസ് കൊണ്ട് അമ്മ റാക്കൂൺ കുട്ടി റാക്കൂണിന് അങ്ങനെ ഒരുതി എന്ന് പറയുന്നുണ്ടല്ലേ. 6 ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഏതാണ്? നസിൽ എന്നാണ് പറഞ്ഞത്. നസിൽഡ് ഹിസ് നോസിലെ, മൂക്കിൽ ഇങ്ങനെ ഒരുതി എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ അഫെക്ഷൻ കാണിക്കാനുള്ള വേർഡ് ഏതാണ്? നസിൽ എന്നാണ്. നെക്സ്റ്റ് 4th വൺ, ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ അല്ലേ, പേടിപ്പെടുത്തുന്നത്, ഫ്രൈറ്റനിങ് അല്ലേ, ഭയപ്പെടുത്തുന്നതിന് എന്താണ് പറയൽ? സ്കാരി എന്നാണ് നമ്മൾ പറയൽ. സ്കാരി തിങ്സിലെ, ഭയപ്പെടുത്തുന്ന, ഫ്രൈറ്റൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 5 ലെറ്റേഴ്സിലുള്ളത് സ്കാരി. 6th, ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ്, ഒരു കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒബ്ജക്റ്റാണ് ടു പ്ലേ വിത്ത്, അതിനോട് കളിക്കാൻ പറ്റിയ സാധനമാണ്. അത് 3 ലെറ്റേഴ്സിനോട് നമ്മൾ കളിക്കുന്ന സാധനത്തിന് എന്താ പറയൽ? ടോയ് എന്നാണ് പറയലില്ലേ, ടോയ്സിലെ. അപ്പോൾ 3 ലെറ്റേഴ്സാണ് ടോയ് എന്ന് 6th. അപ്പോൾ 6th താഴോട്ട് ടോയ്, TOY എന്ന് എഴുതാം. 3 ആക്ടിവിറ്റീസാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.